മുതിർന്ന പൗരന്മാർക്ക് പൊതുയാത്രാ വാഹനങ്ങളിൽ 50% യാത്രാ സൗജന്യം അനുവദിക്കണം എന്ന് രമേശ് ചെന്നിത്തല MLA ആവശ്യപ്പെട്ടു. ഏറ്റുമാനൂരിൽ കേരള സീനിയർ ലീഡേഴ്സ് ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരവും പ്രശസ്തിപത്രവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 70 വയസ്സ് തികഞ്ഞ എല്ലാ യാത്രക്കാർക്കും KSRTC ഉൾപ്പെടെയുള്ള പൊതുയാത്രാ സംവിധാനങ്ങളിൽ 50% യാത്രക്കൂലി ഇളവ് അനുവദിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ലോകത്ത് പല വിദേശ രാജ്യങ്ങളിലും മുതിർന്ന പൗരന്മാർക്ക് പരിപൂർണമായി യാത്രാ സൗജന്യം അനുവദിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ ഡൽഹി, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് 50% യാത്രാ ഇളവ് ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പൊ ഈ കേരളം എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണ്ട് ഒരു വൃദ്ധസദനം പോലെ ചെറുപ്പക്കാരായാലും കൂടിയില്ല. പക്ഷെ ജപ്പാനില് ഈ സിൽവർ ഇക്കോണമി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് ഈ സിൽവർ എക്കോണമിയിലൂടെയാണ്. 50 വയസ്സ് കഴിഞ്ഞവരെ തൊഴിലാദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവർക്കുള്ള സൗകര്യങ്ങൾ, അവർക്കുള്ള മെഡിക്കൽ കെയറുകൾ, നഴ്സുമാരുടെ സേവനം, ഡോക്ടർമാരുടെ സേവനം. ആക്ച്വലി ഇനി വരാൻ പോകുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആണ് ഈ 50 മുകളിലുള്ള ആളുകളുടെ സേവനം. അമേരിക്കയിലൊക്കെ അത് ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ തന്നെ ഉള്ള ആളുകളാണ്. വീട്ടിലാരും ഇല്ലെങ്കിലും ഡോക്ടർമാരും നഴ്സുമാരും പോയി അവരെ സേവനം ചെയ്യുക, അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, നഴ്സുമാര്, കെയർ സെന്റേഴ്സ്. ഇത് കേരളത്തിൽ ഏറ്റവും ഉണ്ടാകേണ്ടതാണ്. ഈ നിർദ്ദേശം വളരെ നല്ലതാണ്. ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 50 കഴിഞ്ഞിട്ടുള്ള എന്ത് ചെയ്യണമെന്ന്. നല്ലൊരു നിർദ്ദേശമാണ്. അത് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലും നമ്മുടെ ഗ്യാരണ്ടിയിലും നമ്മളത് ആലോചിക്കുന്നു. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA രമേശ് ചെന്നിത്തലയ്ക്ക് പുരസ്കാരവും പ്രശസ്തിപത്രവും കൈമാറി. കേരളം കണ്ട സമർത്ഥനായ ഭരണാധികാരിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു രമേശ് ചെന്നിത്തലയെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അഭിപ്രായപ്പെട്ടു. വിവിധ പ്രദേശങ്ങളിലുള്ള നേതാക്കന്മാരും സമന്മാരും അതിനേക്കാൾ താഴെയുള്ളവരും മേളിലുള്ളവരുമായി നല്ല വ്യക്തിബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അസുലഭമായ ഒരു സന്ദർഭമാണ് ഒരു പൊതുപ്രവർത്തകന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഉജ്ജ്വലമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് വളരെ ശക്തമായി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ആവേശമായി അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ഭാരതീയ സഖ്യത്തിന്റെ അവാർഡ് ഗുണം ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു. പാർലമെന്ററി രംഗത്തും നോൺ പാർലമെന്ററി രംഗത്തും 2 രംഗത്തും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കേരള സീനിയർ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് B. രാജീവ് അധ്യക്ഷത വഹിച്ചു. മോൻസ് ജോസഫ് MLA, മുൻ മന്ത്രി KC ജോസഫ്, നാട്ടകം സുരേഷ്, അഡ്വക്കേറ്റ് G. രാമൻ നായർ, സംഘടനാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ചാക്കച്ചേരി, കവിയൂർ ബാബു, അമ്പിളി N. നായർ, കരുൺ കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് VRB നായർ, ബേബിക്കുട്ടി മേക്കയൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.